നെഹ്റു കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ മികച്ച പഞ്ചായത്ത് അംഗത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ ഊരകം പഞ്ചായത്ത് അംഗം അബു താഹിർ. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യമായി തന്നെ അഭിനന്ദനങ്ങൾ. താങ്കളുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ആയിട്ടാണ് അതിനെ കാണുന്നത്? അതെ, നമ്മളെ ഇതുവരെയുള്ള നമ്മളെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് പുരസ്കാരം തേടി വരുന്നത്. പക്ഷേ നമ്മൾ ഒരു പഞ്ചായത്ത് മെമ്പർ ആവുക, നല്ലൊരു പഞ്ചായത്ത് മെമ്പർ ആവുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പ്രയാസമാണ്. പല ആളുകളുടെയും സഹായത്തോടു കൂടിയേ നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ നന്ദികൾ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഞാൻ വേങ്ങര മണ്ഡലത്തിലെ ഊരം പഞ്ചായത്തിലുള്ളതാണല്ലോ. വേങ്ങര മണ്ഡലം MLA PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടാണ്. കാരണം ഞാൻ എന്ത് ചെന്ന് ചോദിച്ചാലും എൻ്റെ വാർഡിലോട്ട് അദ്ദേഹം മനസ്സ് നിറഞ്ഞ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. റോഡാണെങ്കിലും സ്കൂളുകൾക്കുള്ളതാണെങ്കിലും മറ്റുള്ള എല്ലാ വികസന പ്രവർത്തനത്തിനും എൻ്റെ ഒപ്പം നിന്ന് എനിക്ക് വേണ്ടി ഞാൻ ചോദിച്ചെല്ലാം വാരിക്കോരി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഊരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൻസൂർ കോയത്തങ്ങൾ അവർകളും. അദ്ദേഹം പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് എന്തൊക്കെയാണോ നമുക്ക് അനുവദിച്ചു തരേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്ന ആ ഒരു രീതിയിൽ, കാരണം അദ്ദേഹത്തിനും കുഞ്ഞാലി സാഹിബിനൊക്കെ അറിയുന്നത് നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ എന്നുള്ളൂ. അത് എന്തായാലും പൂർണ്ണമായിട്ടും ഇവർ രണ്ടുപേരും ഈ രണ്ട് രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുറമെ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ മുസ്ലിം കമ്മിറ്റിയിലെ മുൻ സെക്രട്ടറി ആയിട്ടുള്ള മജീദാക്ക, അതുപോലെ ഇപ്പോഴത്തെ സെക്രട്ടറി ആയിരിക്കുന്ന ഉബൈദ് മാഷ്, പ്രസിഡന്റ് സമദാക്ക ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് എന്നോട് സഹകരിച്ചിട്ടുള്ളത്. കാരണം ഇവരൊക്കെ നമുക്ക് വേണ്ടിയുള്ള രീതിയിൽ എല്ലാ കാര്യത്തിലും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടാണ് നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് ആൾക്കാരെ മുന്നിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഒരു ഒറ്റയാൾ പോരാട്ടം കൊണ്ടൊന്നും ഒരിക്കലും ഒരു നല്ലൊരു മെമ്പറായി തീരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മികച്ച മെമ്പറായി തിരഞ്ഞെടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ കൂടുതലും ഈ സ്വന്തം നിലക്ക് ഒരുപാട് കാര്യങ്ങളോട് ചെയ്യുന്നുണ്ടല്ലേ, സ്വന്തം സാമ്പത്തികമായിട്ട് ചെലവഴിച്ചിട്ടൊക്കെ അല്ലെ? അതിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഗുരുവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനും പൊതുപ്രവർത്തനമൊക്കെ എനിക്കൊരു മാതൃക. അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം, അദ്ദേഹം എപ്പോഴും പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആളുകളുടെ ആരോഗ്യം, രണ്ടാമത്തെ ആളുകളുടെ വിദ്യാഭ്യാസം. ഈ രണ്ട് കാര്യത്തിലും ഏത് ഒരു കാര്യത്തിനും ഞാൻ മുന്നോട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാറുണ്ട് എല്ലാ വിഷയത്തിലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാത, അതേ ആളുകളുടെ രണ്ട് കാര്യത്തിലാണല്ലോ നമ്മൾ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ആ രീതി തുടർന്ന് വരിക. പിന്നെ അതിനോടൊപ്പം തന്നെ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ എൻ്റെ പ്രവർത്തനത്തിന് എല്ലാ കാര്യത്തിനും ഞാനതിനൊരു തീരുമാനം എടുത്ത് വന്നാൽ അതിന് ബാക്കിയുള്ള എല്ലാ കോർഡിനേഷൻ ചെയ്യലും ഭാര്യയുള്ള സൗദയാണ്. പോരാത്തതിന് നമ്മളെ വാർഡുകളിലെ കുടുംബശ്രീകൾ, അതായത് കുടുംബശ്രീ ഭരണസമിതിനെ പ്രത്യേകം എടുത്ത് പറയണം. ഏതൊരു കാര്യം അടിത്തട്ടിലോട്ട് എത്തിക്കാൻ നമുക്ക് ചെയ്തു തരുന്നതും അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നതൊക്കെ ഈ കുടുംബശ്രീ ഭരണസമിതിയും പോരാത്തതിന് നമ്മളുള്ള ഓരോ അയൽക്കൂട്ടത്തിലെ കുടുംബശ്രീ അംഗങ്ങളുമാണ്. അതുപോലെ പഞ്ചായത്തിലെ കുടുംബശ്രീയിലെ പെട്ട CDS ആണെങ്കിലും മറ്റുള്ളവരൊക്കെ നമ്മളെ പ്രവർത്തനം വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അതിനൊക്കെ പുറമെ പഞ്ചായത്തിലെ സ്റ്റാഫുകൾ, സെക്രട്ടറികൾ, മറ്റുള്ള ആളുകളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിലോട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഈ പാർട്ടിയുടെ അതോടൊപ്പം തന്നെ നാട്ടിലെ ഈ കുടുംബശ്രീ അടക്കമുള്ളവരുടെയും പ്രവർത്തനങ്ങളാണ് എപ്പോഴും മുന്നോട്ട് നയിക്കുകയെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറാമാൻ അബിദ് കലായ്ക്കൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.